ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ക്ലാസ്സസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഒരു ക്ലാസ് ആണ് ചെയ്തത്, പക്ഷെ 2 വീഡിയോസ് ഉണ്ടാവും, കാരണം അത് 2 പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ക്ലാസ് 2 നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു സയൻസ് ഫോം അല്ല. ഇത് വളരെ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ലൂസിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഒരുപാട് കൺസെപ്റ്റ് ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നോർമലായിട്ട് നമ്മൾ പഠിക്കുന്ന പോലെ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒക്കെ പഠിക്കുന്ന പോലെ, ഹിസ്റ്ററി അല്ല, ഓക്കെ, ജോഗ്രഫിയോ സയൻസോ എല്ലാം പഠിക്കുന്ന പോലെ നമ്മൾ വെറും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മീനിങ് വെച്ചിട്ട് ഇത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ മൊത്തം കഥയായിരിക്കും, ആകെ കഥയാണ് ഉണ്ടാവുക. ഓക്കെ, നന്നായിട്ട് ഫോളോ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സും മറ്റു കാര്യങ്ങളും @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ഗ്രൂപ്പ് ഉണ്ട് ടെലഗ്രാമിൽ, അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാണ് ആ ചാനൽ എന്ത് ചെയ്യാവുന്നതാണ്, ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ എൻ്റെ പേര് കിരൺ. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഇതിൽ നമ്മൾ മാനേജ്മെന്റ് ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്, ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഫൈൻ. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് NCERT ബിസിനസ് സ്റ്റഡീസ് ബുക്കാണ്, +1 +2. ഫിലിപ്പ് കോട്ട്ലറുടെ മാനേജ്മെന്റ് ബുക്കും ഉണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട്സ് ഉണ്ട്. ഓക്കെ, നോട്ട്സ് @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. അത് 2 പ്രാവശ്യം എഴുതിയിരുന്ന നോട്ട്സ് മലയാളം ഇംഗ്ലീഷാണ്. ഓക്കെ അല്ലേ, ഫൈൻ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ നമുക്ക് ഗോൾ ഓറിയന്റഡ് പ്രോസസ് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. അതെ, ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് ആവുക എന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഓക്കെ, പക്ഷേ മാനേജ്മെന്റ് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലക്ഷ്യമല്ല, ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യമാണ്. സർ, മനസ്സിലായില്ല? നിങ്ങളിൽ എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയി, നിങ്ങൾ ആയി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താ? കല്യാണം കഴിക്കുന്നുണ്ടാവും, വീട് വെക്കണം എന്നുണ്ടാവും, കുറെ പേർക്ക് കടം ഉണ്ടാവും, അത് അടയ്ക്കണം എന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഈ പൈസ കിട്ടിയിട്ട് വേണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, ഒന്ന് അടിച്ചു പൊളിക്കാന്ന് ജീവിക്കാന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും, അവർക്കത് ചെയ്യാനുണ്ടാവും. അപ്പൊ എന്റെ ചോദ്യം, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ജോലി കിട്ടുന്ന, ഓക്കെ, അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന നിങ്ങളെല്ലാവരും സെപ്പറേറ്റ് എയിമുള്ള വ്യക്തികളായിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്റെ എയിമാണോ നിങ്ങൾക്ക് ഉണ്ടാവുക? അല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡിഫറെന്റ് ഗോൾസ് എല്ലാം ഉണ്ടാവുക. അതെ, പക്ഷെ ഗവൺമെന്റിന് എന്താ ഗോൾ ഉണ്ടാവുക? ജനങ്ങളുടെ നന്മ. കറക്റ്റ് അല്ലേ? എങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഗോളിനെ, ഓക്കെ, ഗവൺമെന്റിന്റെ ഗോളായിട്ട് മാറ്റണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗോൾ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിന്റെ പേരെന്താ? സിമ്പിൾ ആണ്. മാനേജ്മെന്റ് എന്തായിരിക്കും? ഒരു ഓർഗനൈസേഷന്റെ, ഒരു സ്ഥാപനത്തിന്റെ, ഓക്കെ, ഗോളിന് ഇൻഡിവിജ്വൽ ഗോളിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നമ്പർ 1. നമ്പർ 2, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അവരുടെ എല്ലാം പേഴ്സണൽ ഗോളിനെ മാറ്റി വെച്ചിട്ട് അവരെ കൊണ്ട് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യാൻ പറയുന്ന പോലെ എങ്ങനെ അവരെ മാറ്റിയെടുക്കാം, ഓക്കെ, എന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ജോലിക്ക് കയറി, ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. നിങ്ങളൊരു മാർക്കറ്റിംഗിലാണ് കയറിയിരിക്കുന്നത്, സെയിൽസിലാണ് കയറിയിരിക്കുന്നത്. എങ്ങനെയാ കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക? ഓക്കെ, കൂടുതൽ സാധനം വിറ്റ് കാണിക്കൂ, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? കൂടുതൽ ഇൻസെന്റീവ് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലെ? നന്നായി പെർഫോം ചെയ്യൂ, ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? പ്രൊമോഷൻ തരുന്നതായിരിക്കും. നന്നായി പെർഫോം ചെയ്തു എന്ത് ചെയ്യുന്നതായിരിക്കും? സാലറി ഇൻക്രിമെന്റ് തരുന്നതായിരിക്കും. നന്നായി പെർഫോം ചെയ്തു സ്വന്തമായി വീട്, കാറ്, കമ്പനിയുടെ ഷെയർസ് ഇതെല്ലാം തരുന്നതായിരിക്കും. ഓക്കെ അല്ലെ? നിങ്ങൾക്ക് പ്രത്യേക ട്രെയിനിങ് സെഷൻസിൽ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് വിശ്വസ്തത കാണിക്കണം. ഓക്കെ, വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ എന്താണ്? അത് തെറ്റാണ്, എത്തിക്സ് ഉണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ട്രെയിനിങ് ക്ലാസ്സസ് തരുന്നതായിരിക്കും. ഇതെല്ലാത്തിലെയും കൂടെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ അല്ലെ? കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഗോളിനെയും
പ്രൊഫഷണൽ ഗോളിനെയും ഒരുമിച്ചാക്കിയതിനു ശേഷം ഇപ്പൊ നിങ്ങൾക്ക് വീട് വെക്കാനാണ് വേണ്ടതെങ്കിൽ വിക്ക് സാധനം കൂടുതൽ, ഓക്കെ, നന്നായി വർക്ക് ചെയ്യൂ, സ്വന്തമായിട്ട് ഐഡിയാസ് ഉണ്ടാക്കൂ. സോ അപ്പൊ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിൽ എങ്ങനെയാ അത് ചെയ്യുക? ഓക്കെ, എങ്കിൽ അവർ പറയുന്നത് നിങ്ങളുടെ പണി എന്താ? നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഓരോ ഫയലും എന്ന് പറയുന്നത് ഓരോ ജീവിതമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫയലിനെ നിങ്ങൾ ഒരിക്കലും എന്താക്കരുത്, ലേറ്റ് ആക്കരുത്. പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താ ചെയ്യുക? ഇപ്പൊ ഞാനത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാർ ജീവനക്കാരുടെ വർക്കിംഗ് ടൈം, ഓക്കെ, വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് സാറ്റർഡേ ഹോളിഡേ കൊടുക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഗോൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗോൾസ് ആണോ? അല്ല, കമ്പനിയുടെ ഗോൾസ് ആണ്. ഓക്കെ അല്ലേ? ആ കമ്പനിയുടെ ഗോൾസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വലിന്റെയും ഓരോ വർക്കറിന്റെയും ഗോളിനെ എന്താ പറയാ, നേടുന്ന രീതിക്കുള്ള ഒരു പ്രോസസ് നടത്തിയെടുക്കണം. നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? വീട് വെക്കലാണെങ്കിൽ എന്ത് കൊടുക്കണം? പൈസ കിട്ടണം. നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു ജോബിന് വരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിന്റെ പേരാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലായില്ലേ? മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവേസീവ്. ഓക്കെ, പെർവേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ദൈവം എല്ലായിടത്തും ഉണ്ട്, കാറ്റ് എല്ലായിടത്തും ഉണ്ട്, ഓക്കെ, വായു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയില്ലേ? ആ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, അത് ചെറിയൊരു പെട്ടിക്കട ആയിക്കോട്ടെ, ഓക്കെ, റിലയൻസിനെ പോലെ വലിയൊരു കമ്പനി ആയിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ എന്താ ഐഫോൺ ഉണ്ടാക്കുന്ന കമ്പനി ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു NGO ആയിക്കോട്ടെ. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾ എന്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? മാനേജ്മെന്റ് ആക്ടിവിറ്റി വരും. മാനേജ്മെന്റ് ആക്ടിവിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ കാര്യം ഓക്കെ ആണോ? അതെ. അപ്പൊ 2 പോയിന്റ് ഓക്കെ ആയോ? ഒന്ന്, മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. രണ്ടാമത്തെ എന്താ? മാനേജ്മെന്റ് ഈസ് ഓൾ പെർവേസീവ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ആണ്. അപ്പൊ മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് നമ്മൾ എന്താ പറയേണ്ടത്? ഒന്ന്, ഒരു എംപ്ലോയിക്ക് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കൊടുക്കണം. ഒരു എംപ്ലോയി വന്നിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആയിട്ട് എന്ത് പോയി? ഗവൺമെന്റ് ഓഫീസിൽ പോയി. എന്താണ് പണിയെടുക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ അറിയാതിരുന്നാൽ എന്താ ചെയ്യുക? ഓക്കെ, നിങ്ങളെ കൊണ്ട് കൃത്യമായിട്ട് പറയണ്ടേ, നിങ്ങൾ ചെയ്യേണ്ട പണി ഇതാണ്, ഇങ്ങനെ വർക്ക് ചെയ്യണം, ഇത് ചെയ്താൽ നിങ്ങളുടെ പണി കഴിഞ്ഞു എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ അല്ലേ? രണ്ടാമത്തെയാണ് അലൈൻമെന്റ് ആൻഡ് കോർഡിനേഷൻ. അലൈൻമെന്റ് ആൻഡ് കോർഡിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ രാവിലെ എന്താ പറയുക 9 മണിക്കാണ് ഓഫീസിൽ വരേണ്ടത്, നിങ്ങൾ 10 മണിക്കാണ് ഓഫീസിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, വൈകാൻ പറ്റില്ലല്ലോ? ഇല്ല. നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 5 മണി വരെയാണ്. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്ത് 5 മണി കഴിഞ്ഞു, കുറെ സമയം നിങ്ങൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗവൺമെന്റ് വർക്ക് ചെയ്യാൻ പറഞ്ഞത് 5 മണി വരെയാണ്. അതിനേക്കാളും ശേഷം നിങ്ങളെ പിടിച്ചിരുത്താനുള്ള അധികാരം ഗവൺമെന്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടൈമിനുള്ളിൽ സാർ ഇരുത്താൻ പറ്റുമോ? ഇരുത്താൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഓവർ ടൈമുള്ള പൈസ തരണം. അപ്പൊ നിങ്ങളുടെ ടൈമിനുള്ളിൽ ഓക്കെ എങ്ങനെ വർക്ക് തീർക്കാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഓരോ ദിവസത്തെ പ്ലാൻ എന്താണ്, ഓരോ ദിവസത്തെ കാര്യം എന്താണ്, എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു അലൈൻമെന്റ് ഉണ്ടാവണം, കോർഡിനേഷൻ ഉണ്ടാവണം. കോർഡിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞു തിരിച്ച് ഇങ്ങോട്ടൊന്നും എടുക്കുന്നില്ല. നമ്മൾ ജനാധിപത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? ഓക്കെ അല്ലെ? ഓട്ടോക്രാറ്റിക് ഒന്നും അല്ലല്ലോ. മാനേജ്മെന്റും ഓട്ടോക്രാറ്റിക് അല്ല. ബോസ് പറഞ്ഞതെല്ലാം അതേപടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡർ ആയിരിക്കണം. രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. നിങ്ങളോടും ചോദിക്കണം, ഞാനും പറയണം. ഓക്കെ അല്ലെ? പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി. ഒരു പ്ലാൻ ഇല്ലാതെയും സ്ട്രാറ്റജി ഇല്ലാതെയും നമുക്ക് മാനേജ്മെന്റിന്റെ ഒരു ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതിന് കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് പഠിക്കുന്നുണ്ട്, കൃത്യമായ പ്ലാനും സ്ട്രാറ്റജിയും ഇല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലെ? നെക്സ്റ്റ് പരിപാടിയുടെ പേരാണ് ഫോക്കസ് ഓൺ റിസൾട്ട്സ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം. സാർ ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 9 to 5 ആണ്, എന്നെ കൊണ്ട് സെക്രട്ടറി അസിസ്റ്റന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 9 to 5 ആണ്. ഓക്കെ, എങ്കിൽ ഞാൻ എന്താ ചെയ്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ 11-12 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഓഫീസ് തുറന്നു വെച്ച് ഞാൻ ലേറ്റ് ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റിസൾട്ട് ഉണ്ടാ? ഇല്ല. ഓക്കെ, എന്റെ മക്കളെ എല്ലാവരും നോക്കുക റിസൾട്ടിലാണ്. ഇപ്പൊ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത്ര പഠിച്ചു, ഭയങ്കരമായി പഠിച്ചിട്ടുണ്ടായിരുന്നു, ആനയാണ് ചേനയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ അല്ലെ? നിങ്ങളെ വീട്ടിൽ പോലും എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. ആകെ ചെയ്യുക എന്തായിരിക്കും? ആക്ച്വലി റിസൾട്ട് ഉണ്ടാ? ഓക്കെ, കിട്ടിയോ ഇല്ലയോ? കിട്ടിയെങ്കിൽ നിങ്ങൾ കിങ് അല്ലെങ്കിൽ ക്യൂൻ. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ യാതൊരു വിലയുമില്ല.
അത്രയും കാലം ഞാൻ ഉറക്കം ഒഴിച്ചൊന്ന് പഠിച്ചു, നോ ഇഷ്യൂസ്. ഓക്കെ അല്ലേ? ഒരു വാല്യൂ ഇല്ല. ഇത് തന്നെയാണ് സിസ്റ്റം. അപ്പൊ ഗോൾ ഓറിയന്റഡ് പ്രോസസ്സിൽ ഇമ്പോർട്ടന്റ് എന്താ? ഗോൾ ആണ്. ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യു ആർ ടോപ്പ്. ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലേ? യു ആർ ദ ലൂസർ. ഓക്കെ. അപ്പൊ ഒരു ലൂസർ ആയിരുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം? ടോപ്പിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി അവർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? 4 കാര്യങ്ങൾ. നമ്പർ 1, ക്ലിയർ ഒബ്ജക്റ്റീവ്. നമ്പർ 2, അലൈൻമെന്റ് ആൻഡ് കോർഡിനേഷൻ. നമ്പർ 3, പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി. നമ്പർ 4, ഫോക്കസ് ഓൺ റിസൾട്ട്സ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ. എങ്കിൽ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്? ഓക്കെ. അതിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാനേജ്മെന്റ് അല്ലേ? അത് നമ്മൾ എന്തൊക്കെ നോക്കി? മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് നോക്കി. മാനേജ്മെന്റ് ഈസ് ഓർ പെർവേഴ്സീവ്, എല്ലായിടത്തും വ്യാപകമാണ്, അത് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷൻ. ഓക്കെ അല്ലേ? അതായത് ഒരു സമയം ഞാൻ ഒറ്റ കാര്യമേ ചെയ്യുള്ളൂ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ പഠിക്കാൻ ഇരിക്കുകയാണ്. ഇന്ന് ഞാൻ ജോഗ്രഫിയെ പഠിക്കുള്ളൂ, വേറെ ഒന്നും പഠിക്കില്ല. സോറി മക്കളെ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ജോഗ്രഫി മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് പഠിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PSC അടുത്ത കാലത്ത് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ എന്തായിരിക്കും? പഞ്ചവത്സര പദ്ധതിയായിട്ട് നടക്കുന്നുണ്ടാവുക. നമുക്ക് വേണ്ടത് ഈ പരിപാടി ഇപ്പൊ നടക്കണം. ഓക്കെ. എങ്കിൽ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. രാവിലെ നിങ്ങൾ ജോഗ്രഫിയിൽ 2 ടോപ്പിക് പഠിച്ചു. ഓക്കെ അല്ലേ? ഉച്ചയ്ക്ക് നിങ്ങൾ മാത്സിലെ 2 ടോപ്പിക് റിവൈസ് ചെയ്തു, പഠിച്ചു. വൈകിട്ട് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്തു? പേപ്പർ 2-ലെ 2 കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ പഠിച്ചാലേ എന്ത് കിട്ടുള്ളൂ? മൊത്തമായിട്ട് ഈ പരിപാടി തീരുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ഈ സിലബസും തീരില്ല, ഒന്നും തീരില്ല. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? തിരിച്ചു വരാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയിൽ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യാന്നല്ല, മൾട്ടിപ്പിൾ ആക്ടിവിറ്റിയിൽ ഒരേ സമയത്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പരിപാടി. എങ്കിൽ ഏതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്പർ 1, വർക്ക്. ഓക്കെ. വർക്കിനെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിനെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അതേപോലെ വർക്ക്. ഓക്കെ. വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണോ ഗോൾ തന്നിരിക്കുന്നത്, എന്താണോ പണി തന്നിരിക്കുന്നത്, പണി എന്ത് ചെയ്യണം? തീരണം. ഓക്കെ. അതിന് നമുക്ക് ആര് വേണം? പീപ്പിൾ വേണം. പീപ്പിൾ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് വേണം, ആളുകൾ വേണം. ആളുകൾ ഇല്ലാതെ നമ്മൾ എങ്ങനെ വർക്ക് തീർക്കില്ല. അപ്പൊ മാനേജ്മെന്റ് മൾട്ടി ഡയമെൻഷൻ ആവണമെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. നമ്പർ 1, മാനേജ്മെന്റ് ഓഫ് വർക്ക്. നമ്പർ 2, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. നമ്പർ 3, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. അത് എങ്ങനെ ചെയ്യണം എന്ന് വേണ്ടേ? ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ കാര്യം, ജോലി എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇത് വേണം. ആ ജോലി ചെയ്യാനുള്ള സമയക്രമം കൊടുക്കണം. 1 മാസം കൊണ്ട് ചെയ്യണോ, 10 ദിവസം കൊണ്ട് ചെയ്യണോ, അല്ല 1 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണോ, ഒരു ക്വാർട്ടറിൽ ചെയ്യേണ്ട കാര്യമാണോ? സോ ക്വാർട്ടർ, ഹാഫ് എന്നൊക്കെ പറയേണ്ടുന്നുണ്ട്. അതെന്താ? ഇപ്പൊ വാർഷികമായിട്ട് പറയുന്ന പോലെ ക്വാർട്ടർലി എന്ന് പറയും. 4 മാസമായിട്ട് 4 പ്രാവശ്യമായിട്ട് 3 മാസം കൂടുമ്പോ. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞ അറിയാന്നിരിക്കും. ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? എങ്കിൽ മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ എന്നല്ലേ അവിടെ ഉള്ളത്? അപ്പൊ 3 പേരെ നമ്മൾ മാനേജ് ചെയ്യണം. 1 വർക്ക്, 2 പീപ്പിൾ. പീപ്പിളിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ ചെയ്യുക? നിങ്ങൾ തന്നെ പറ. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യാനേ ഇല്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കും, നോക്കും, ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും, ചിലപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല, അങ്ങനെയൊക്കെ പ്രശ്നം വരില്ലേ? അതെ. ഓക്കെ അല്ലേ? അപ്പൊ മാനേജ്മെന്റ് ഓഫ് വർക്ക് ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. എങ്കിൽ മാനേജ്മെന്റ് മൾട്ടി ഡയമെൻഷൻ ആണെങ്കിൽ നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ സ്ട്രാറ്റജിക് ചേഞ്ച് ഇൻ മാനേജ്മെന്റ് ഒരു സ്ട്രാറ്റജി വേണം. ഒന്നാമത്തെ നിങ്ങളുടെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ മൾട്ടി ഡയമെൻഷൻ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. എന്താണ് മൾട്ടി ഡയമെൻഷൻ കാര്യം? വർക്കിനെ മാനേജ് ചെയ്യണം, പീപ്പിളിനെ മാനേജ് ചെയ്യണം, ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ മാനേജ് ചെയ്യണം. ഇത് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അടുത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ചുമ്മാ പോയി കമാൻഡ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചെയ്യണമെന്നില്ല. ഓക്കെ അല്ലേ? സിറ്റുവേഷൻ ഒക്കെ അല്ലേ? അവരെ എങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് നിങ്ങൾ അറിയണം. ചിലപ്പോൾ ചീത്ത പറയേണ്ടി വരും, ചിലപ്പോൾ എന്ത് ചെയ്യും? കൂടെ നിൽക്കേണ്ടി വരും. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആദ്യം സമാധാനമായിട്ട് പറയുക. ഓക്കെ. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒന്നും നടക്കുന്നില്ലെങ്കിൽ മാത്രം ദണ്ഡത്തിലേക്ക് പോവുക. അതായത് എന്ത് ചെയ്യുക? നടപടി എടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളൊരു ലീഡർ ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും എന്താവരുത്? ഒരു ബോസ് ആവരുത്. ബോസും ലീഡറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബോസ് എന്ന് പറയുന്നത് പണിയെടുക്ക്. ഓക്കെ. എന്ത് പറ്റിയാലും എന്ത് ചെയ്ത്? പണിയെടുക്ക്. സാർ ഇന്ന് എനിക്ക് പണിയാണ്, പാരസെറ്റമോൾ കഴിച്ച് പണിയെടുക്ക്. സാർ എന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, വൈകുന്നേരം പോകാം, പണി കഴിക്ക് എന്ന് പറയുന്ന ആളുടെ പേരാണ് ബോസ്. ലീഡർ അങ്ങനെയല്ല. ഓക്കെ അല്ലേ? മോനെ നിനക്ക് ഓക്കെ അല്ലേ? നിന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണല്ലോ? എങ്ങനെ ചെയ്യാം? ഇത്ര പണിയുണ്ട്, ടൈം ടേബിൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആളുടെ പേരാണ് ലീഡർ. സോ യു ഷുഡ് ബി എ ലീഡർ
യു ഷുഡ് ബി നോട്ട് എന്തായിരിക്കും, ബോസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യമൊക്കെ ആണല്ലോ. അപ്പൊ മാനേജ്മെന്റ് നിങ്ങൾക്ക് മൾട്ടി ഡയമെൻഷൻ സ്കില്ല് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ട ആദ്യത്തെ സ്കില്ലിന്റെ പേരാണ് ലീഡർഷിപ്പ്. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കാൻ അറിയണം. ഓക്കെ, ചുമ്മാ കിടന്നിട്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ എന്താ പറയാ ചാറാ പറ എന്ന് ആകെ സംസാരിക്കലല്ല. ഓക്കെ, എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, എനിക്കൊരു പണി എടുക്കണം, എനിക്ക് പണിയെടുക്കാൻ ഒരു ലാപ്ടോപ്പ് വേണം, എന്നാലേ പണി നടക്കുള്ളൂ പറയുക. ഓക്കെ അല്ലേ? ഇനി ഒരു എംപ്ലോയിയോട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് വർക്ക് ചെയ്യേണ്ടത്. 5 ഫയൽ ഉണ്ട്, ഈ 5 ഫയൽ നീ മൂവ് ചെയ്താൽ മാത്രമേ സെക്രട്ടേറിയറ്റിൽ അടുത്തൊരു പരിപാടി നടക്കുള്ളൂ. ഇത് മൂവ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്. പക്ഷെ അതിലൊരു കോർട്ട് കേസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കോർട്ടിൽ പോയി ഹാജരാവേണ്ടി വരും, ഞാനും പോണ്ടി വരും, നീയും പോണ്ടി വരും. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇതിൽ തന്നിട്ടുള്ള വസ്തുതകൾ ശരിയാണോ എന്ന് നേരിട്ട് പോയി പരിശോധിക്കുക. ആരെയും അയക്കരുത്, നീ തന്നെ നേരിട്ട് പോയി പരിശോധിക്കുക എന്ന് പറഞ്ഞ. ഓക്കെ അല്ലേ? മനസ്സിലായ? എന്ന് പറഞ്ഞ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ആയില്ലേ? ആയി. ഓക്കെ അല്ലേ? ഗൈഡ് ലൈൻസ് ആൻഡ് പോളിസീസ്. ഒരു ജോലി ചെയ്യുന്നത് എന്റെ സ്വന്തം ഇഷ്ടത്തിനാവില്ല, ഒരു കമ്പനിയുടെ പോളിസി ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവും ഗവൺമെന്റ് ഓർഡർ ഉണ്ടാവും. ആ ഓർഡർ ഒന്ന് പറ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ഓക്കെ അല്ലേ? കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടാവും, കൃത്യമായ പോളിസി ഉണ്ടാവും, അതിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് കമ്പനിയിൽ ജോയിൻ ചെയ്താലും കമ്പനിക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടാവും, കൃത്യമായ പോളിസി ഉണ്ടാവും, അതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തത് ന്യൂ വേസ് ഓഫ് വർക്കിംഗ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഗ്രോത്ത് കാണില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ആകെ ബോറടിക്കും. അങ്ങനെ വരാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അല്ലേ? അടുത്ത പരിപാടിയുടെ പേരാണ് ഫ്യൂച്ചർ സ്കിൽസ്. ഇപ്പോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓക്കെ, ഇപ്പൊ എനിക്ക് PPT ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പൊ PPT ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ മാസങ്ങളോടെ ഇരിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ല. നമ്മുടെ ടെക്നോളജി ഉണ്ട്. ഓക്കെ അല്ലെ? ആ ടെക്നോളജി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PPTs ഉണ്ടാക്കാൻ പറ്റും. എക്സൽ സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മൾ മാസങ്ങളോളം പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ടെക്നോളജി ഉണ്ട്, പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റും. എങ്കിൽ നിങ്ങളൊരു ജോലിക്ക് പോയി, ഓക്കെ, നിങ്ങളെ കൊണ്ട് 10 ഫയലുകൾ വളരെ ഇതുള്ള ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എന്തറിയാം, ഓക്കെ, ഈ ടെക്നോളജീസ് എല്ലാം അറിയാം, പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റിയില്ലേ? മനസ്സിലായ? പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലേ? അതിനുവേണ്ടി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാ? ഇല്ല. അപ്പൊ ബാക്കി ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ചെലവഴിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ വർക്ക് ടൈമും എന്താണ് ആക്ച്വലി ക്വാളിറ്റി ടൈമും. സർ എന്താ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആവശ്യമുള്ള സമയം. ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റില്ലേ? ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ നടക്കുക? ഒന്നും നടക്കില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ കാര്യം മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് മൾട്ടി ഡയമെൻഷണൽ ആവണമെങ്കിൽ 3 കാര്യങ്ങൾ മാനേജ് ചെയ്യണം. നമ്പർ 1 വർക്ക്, നമ്പർ 2 പീപ്പിൾ, നമ്പർ 3 ഓപ്പറേഷൻ. ഓക്കെ, എങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രാറ്റജിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യണം. അത് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ 1 2 3 4 5 എന്ത് വേണം? ക്വാളിറ്റീസ് വേണം. നമ്പർ 1 ക്വാളിറ്റി, യു ഷുഡ് ബി എ ലീഡർ. നമ്പർ 2 നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. നമ്പർ 3 ഗൈഡ് ലൈൻസും പോളിസീസും നോക്കി വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വന്തമായിട്ട് തിങ്ക് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യും, വരും. അതെങ്ങനെയാണ്, എങ്ങനെ ഇത് പുതുതായി ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. ഗൈഡ് ലൈൻസിനെ മാറ്റരുത്, പക്ഷെ ഈ ലക്ഷ്യം, ഗോൾ, ഓക്കെ, ആ ഗോൾ എങ്ങനെ നേടാന്നുള്ളത് നോക്കുക. അതേപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്കിൽസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ എന്താവുള്ളൂ, പുതിയ കാലത്തിനനുസരിച്ച് അഡാപ്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പണി എന്ത് ചെയ്യും, ഉദാഹവ പോയി കിട്ടും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ മാനേജ്മെന്റ് ഓഫ് മൾട്ടി ഡയമെൻഷനിൽ എന്തൊക്കെയുണ്ട്? മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. എങ്കിൽ അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യമാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. എല്ലാ ഓർഗനൈസേഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും പണി നടത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലെ? ഒരു പണിയും ഇല്ലാത്ത ഏതെങ്കിലും ഓർഗനൈസേഷൻ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ ജോലിക്ക് എടുക്കുന്നു, മാസം 50,000 രൂപ സാലറി തരുന്നു, മോനെ ഒന്നും ചെയ്യണ്ട, വന്നിട്ട് രാവിലെ വരിക, വെറുതെ ഇരിക്കുക, പോകുക എന്ന് പറയുന്ന ഏതെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടാ? ഉണ്ടെങ്കിൽ അറിയുവാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരും. ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഞാൻ വർക്ക് ചെയ്യാം. ഓക്കെ അല്ലെ? എനിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പൊ എനിക്ക് അറിയേണ്ടത് എന്താണ്, എല്ലാ ഓർഗനൈസേഷൻസ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, പണി നടത്തുന്നുണ്ടാവും. കറക്റ്റ് അല്ലേ? അതെ. എങ്കിൽ ആ പണി എന്താണ്, ആ ഓർഗനൈസേഷന്റെ ഗോൾസിന് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക. ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോപ്പ് വിൽക്കുന്ന എന്താ പറയുക സ്ഥാപനമാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ നിങ്ങളുടെ പണി എന്താ? ഓക്കെ, ആ സോപ്പ് വിറ്റ് കൊടുക്കുക. ഓക്കെ, ആ സോപ്പിൽ എന്ത് വേണം, ക്വാളിറ്റി വേണം. ആ സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല.
ഉണ്ടാവരുത്. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് സോപ്പ്, അവിടെ 1000 സോപ്പ് വേറെ ഉണ്ട്. എങ്കിലും നമ്മുടെ സോപ്പാണ് ബെറ്റർ എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഓക്കെ അല്ലെ, എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതാണ് കമ്പനിയുടെ ജോബ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് വിവിധ രീതിയിലുള്ള എന്തുണ്ട്, വർക്കിംഗ് ടേംസ് ഉണ്ട്, ഒരുപാട് രീതി ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഒന്ന്, പ്രോബ്ലം ടു ബി സോൾവ്, ഓക്കെ അല്ലെ. ഡെയിലി ജോലിക്ക് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഓക്കെ അല്ലെ. ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഒരു 4 പേര് വന്നിട്ട് സാർ ഇത് എങ്ങനെയാ ചെയ്യാന്ന് ചോദിക്കും. അപ്പൊ ഡിസിഷൻസ് എടുക്കണം, ഓക്കെ അല്ലെ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കണം. പ്ലാൻ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, പൈസ കൊടുക്കണം. സോ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം, ഓക്കെ അല്ലെ. റെസ്പോൺസിബിലിറ്റി കൊടുക്കണം, അതോറിറ്റി കൊടുക്കണം, ഡെലിഗേഷൻ ചെയ്യണം. അപ്പൊ എന്താണ് സാർ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ പണിയും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൂപ്പർമാൻ ഒന്നും അല്ലല്ലോ, ഓക്കെ അല്ലെ. നിങ്ങളുടെ കീഴിൽ ആളുകൾ ഉണ്ടാവും, ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. എല്ലാവരും എന്താ പണിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് എല്ലാ പണി തന്ന ബാക്കിയുള്ളവർ എന്താ ചെയ്യുക? അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പണി കൊടുക്കണ്ടേ? പണി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ പോലെ അവനിട്ടൊരു പണി കൊടുക്കണം, അതല്ല, ഓക്കെ. അതായത് ജോബ് എന്ത് ചെയ്യണം, കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആയി, ഓക്കെ. ആ ഓഫീസ് നിങ്ങൾ കയറി ചെന്ന് നിങ്ങളാണോ ഓഫീസിൽ എല്ലാ പണിയും ചെയ്യാൻ പോണത്? അല്ല, ഓക്കെ. വെവ്വേറെ ആളുകളില്ലേ? ഉണ്ട്. കറക്റ്റ് അല്ലേ? വെവ്വേറെ ആളുകളില്ലേ? ഉണ്ട്. എങ്കിൽ നിങ്ങൾക്ക് ഏത് പണിയാണ് തരേണ്ടതെന്നുള്ളത് ഓൾറെഡി നിങ്ങളുടെ പോസ്റ്റിനനുസരിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. എങ്കിൽ അത് ഡെലിഗേഷൻ ആയില്ലേ? ആയി. നിങ്ങളുടെ മുകളിൽ ഒരു അതോറിറ്റി ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ പുള്ളിയോട് നിങ്ങൾ എന്താ പറയാ, കാര്യങ്ങൾ നോക്കണ്ടേ? നോക്കണം. സംസാരിക്കണ്ടേ? സംസാരിക്കണം. കാര്യങ്ങൾ ചെയ്യണ്ടേ? ചെയ്യണം. നിങ്ങളുടെ താഴെ ആളുണ്ടാവോ? ഉണ്ടാവും. അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറയണ്ടേ? പറയണം. എങ്കിൽ എന്താണ്, ഒന്ന്, പ്രോബ്ലംസ് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. രണ്ടാമത്തെ എന്താ, ഡിസിഷൻസ് എന്ത് ചെയ്യണം, മേക്ക് ചെയ്യണം, ഓക്കെ. പ്ലാൻസ് എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. ബഡ്ജറ്റ്സ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം, അസൈൻ ചെയ്യണം. അതോറിറ്റി എന്ത് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യണം. ഇതെല്ലാം കൃത്യമായി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താവും, വർക്ക് അടിപൊളിയാവും, ഓക്കെ അല്ലെ. ഇത് കൃത്യമായി നടക്കുന്ന സ്ഥലങ്ങളിൽ, കൃത്യമായി നടക്കുന്ന കമ്പനി ആണെങ്കിൽ എന്താവും, വർക്ക് സൂപ്പർ ആവും, ഓക്കെ അല്ലെ. ഇത് കൃത്യമായി നടക്കാത്ത സ്ഥലങ്ങളാണ് എന്താവും, വർക്ക് സ്ലോ ആവും. കമ്പനി ആണെങ്കിൽ പൊളിയും. ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്താവും, വർക്ക് സ്ലോ ആവും. ഗവൺമെന്റ് കമ്പനി പൊളിയാറില്ലേ? ഉണ്ട്. പ്രൈവറ്റ് കമ്പനി പൊളിയാറില്ലേ? ഉണ്ട്, ഓക്കെ അല്ലെ. അവിടെ മാനേജ്മെന്റ് ഓഫ് വർക്ക് നന്നായി നടന്നില്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, പൊളിയും. അപ്പൊ ഇത് നടത്തുക എന്നുള്ളത് ഓരോ എംപ്ലോയി ആയ എല്ലാവരുടെയും എന്താണ്, കടമയാണ്, കടമയാണ്, കടമയാണ്. ഇത്രയും കാര്യം ഓക്കെ ആയ? ഓക്കെ. എങ്കിൽ മാനേജ്മെന്റ് ഓഫ് വർക്ക്, ആദ്യത്തെ പണി എന്താ, ഐഡന്റിഫൈ. അപ്പോ വർക്ക് ഞാൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്, ഓക്കെ അല്ലെ. ആദ്യത്തെ പണി എന്താ, ഐഡന്റിഫൈ ചെയ്യുക. ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് ആയി വെച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ എന്താ വിൽക്കാൻ പോണത്, സോപ്പാണ്. അപ്പൊ സോപ്പ് വിൽക്കാൻ പോകുമ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് നമ്മുടെ ആരാണ്, ഓക്കെ അല്ലെ. കുട്ടികളെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ സോപ്പ് സെപ്പറേറ്റ് ആയിരിക്കണം. മുതിർന്നവർക്കുള്ള സോപ്പ് കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല, ഓക്കെ അല്ലെ. അപ്പൊ കുട്ടികൾക്ക് സെപ്പറേറ്റ്, സ്ത്രീകൾക്ക് സെപ്പറേറ്റ്, സ്ത്രീകളിൽ തന്നെ, ഓക്കെ അല്ലെ, ടീനേജിലുള്ള പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് എന്ന് പറഞ്ഞ് നോക്കണം. അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഒബ്ജക്റ്റീവ് കൊടുക്കണം, ഓക്കെ അല്ലെ. അപ്പൊ നമ്മൾ എന്തായി, ഐഡന്റിഫിക്കേഷൻ ആയി. രണ്ടാമത്തെ ഷെഡ്യൂൾ ചെയ്യുക, ഓക്കെ അല്ലെ. അതായത് ഓരോ പരിപാടി എപ്പ ചെയ്യണം. ഞാൻ പുതിയൊരു ലെക്സ് സോപ്പ് എന്ത് ചെയ്യാൻ പോവുകയാണ്, ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലോഞ്ച് ചെയ്യാൻ എടുക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം ഉണ്ടാക്കണ്ടേ? 1 വർഷം കൊണ്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 1 വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയോ? ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യണ്ടേ? അപ്പൊ അത് ഷെഡ്യൂൾ ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ അല്ലെ. സോറി, രണ്ടാമത്തെ എന്താ, പ്ലാൻ ആണ്. അത് പ്ലാൻ ചെയ്യണം. ആ പ്ലാനിനെ മുഴുവൻ എന്ത് ചെയ്യണം, ആക്ച്വലി ഷെഡ്യൂൾ ചെയ്യണം. 3 മാസം കഴിയുമ്പോൾ ഇത്ര, 4 മാസം കഴിയുമ്പോൾ ഇത്ര, 5 മാസത്തിൽ ഇത്ര, 6 മാസത്തിൽ ഇത്ര. ലോഞ്ചിങ് നടക്കാൻ പോകുന്നത് 8ാമത്തെ മാസം, ഓക്കെ അല്ലെ. പ്രൊഡക്റ്റ് എന്താ പറയാ, സാമ്പിൾ കൊടുക്കാൻ പോകുന്നത് 9ാമത്തെ മാസം. 10-11 മാസങ്ങൾ എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന, ആക്ച്വലി ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. 1 വർഷം കഴിയുമ്പോൾ പ്രൊഡക്റ്റ് എന്താവും, എല്ലാ സ്ഥലത്തും എത്തുന്നതായിരിക്കും. അപ്പൊ ആദ്യം ഐഡന്റിഫൈ, 2 പ്ലാൻ, 3ാമത്തെ ഷെഡ്യൂൾ, 4ാമത്തെ എന്താ, എക്സിക്യൂട്ട്, കാര്യങ്ങൾ ചെയ്യണം. 5ാമത്തെ എന്താ, ഫോളോ അപ്പ്. ഡെയിലി പോയിട്ട് എന്തായി 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 എന്ന് ചോദിക്കണം. ഫോളോ അപ്പ് ചെയ്യാതെ ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് പണിയെടുക്കുന്നത് വളരെ കുറവായിരിക്കും. അത് പണിയെടുക്കാൻ മടിയായത് കൊണ്ട് മാത്രമായിരിക്കില്ല, ഓക്കെ അല്ലെ. വീട്ടിലെ പ്രശ്നം ഉണ്ടാവും, നാട്ടിലെ പ്രശ്നം ഉണ്ടാവും, കടത്തിന്റെ പ്രശ്നം ഉണ്ടാവും, ഇഷ്ടം പോലെ പ്രശ്നം ഉണ്ടാവും, കുട്ടികളുടെ പ്രശ്നം ഉണ്ടാവും, ഓക്കെ അല്ലെ. ഒരുപാട് ഇഷ്യൂ ഉള്ള ഒരാളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ മറന്നുപോയി എന്ന് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫോളോ അപ്പ് നടത്തണം. അനലൈസ് ചെയ്യണം, ഓക്കെ. അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, ആക്ച്വലി ഈ ഫോളോ അപ്പ് ഒക്കെ നടത്തി
കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല. ഓക്കെ, കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? നമ്പർ 1. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുന്നുണ്ട് എങ്കിൽ വേഗത കൂട്ടാൻ പറ്റുമോ? നമ്പർ 2. ഓക്കെ അല്ലേ? കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്, എവിടെയാണ് പ്രശ്നം? അപ്പൊ എന്ത് ചെയ്യുക? വീണ്ടും ഐഡന്റിഫൈ, വീണ്ടും പ്ലാൻ, വീണ്ടും ഷെഡ്യൂൾ, വീണ്ടും എക്സിക്യൂട്ട്, വീണ്ടും ഫോളോ അപ്പ്, വീണ്ടും അനലൈസ്. ഓക്കെ അല്ലേ? ഇത് വർക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? അതെ. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മാനേജ്മെന്റ് അറ്റ് വർക്ക്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഇതായിട്ടുള്ള മാനേജ്മെന്റ് അറ്റ് വർക്കിനെ കുറിച്ചുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഡിഫൈൻ ദ ടാർഗറ്റ് ഓഡിയൻസ് കം അണ്ടർ ഷെഡ്യൂൾ. ഡിഫൈൻ ദ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയുള്ളത്? ഷെഡ്യൂളിലാണോ ഉള്ളത് അതോ ഐഡന്റിഫൈയിലുള്ളത്? ഐഡന്റിഫൈ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയില്ലേ? തെറ്റി. റിവ്യൂ ടാസ്ക് കം അണ്ടർ ഫോളോ അപ്പ്. അപ്പൊ റിവ്യൂ ടാസ്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഫോളോ അപ്പിലാണോ വരുന്നത്? അതെ. അഞ്ചാമത്തെ എഴുതി വെച്ചിട്ടുള്ള റിവ്യൂ ടാസ്ക് എന്ന് പറയുന്നത് അതെ. അത് ഫോളോ അപ്പിലാണോ വരുന്നത്? അതെ. അപ്പൊ 2 ശരിയല്ലേ? അതെ. മൂന്നാമത്തെ എന്ന് പറയുന്നത് മെഷറിംഗ് റിസൾട്ട്സ് കം അണ്ടർ എക്സിക്യൂട്ട്. ഓക്കെ അല്ലേ? അപ്പൊ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. അത് എക്സിക്യൂട്ടിലാണോ മെഷറിംഗ് റിസൾട്ട് വരുന്നത്? അല്ല. മെഷറിംഗ് റിസൾട്ട് എവിടെയാണ് വരുന്നത്? അനാലിസിസിലാണ്. എങ്കിൽ അത് തെറ്റിയില്ലേ? തെറ്റി. ഒന്നില് ഡിഫൈൻ ദ ടാർഗറ്റ് ഓഡിയൻസ്, അത് ഷെഡ്യൂളിലാണോ അതോ ഐഡന്റിഫൈയിലാണോ? ഐഡന്റിഫൈ. അപ്പൊ ഷെഡ്യൂളിനെ മാറ്റി ഐഡന്റിഫൈ ആക്കണം. 2 ശരിയാണ്. 3 മെഷറിംഗ് റിസൾട്ട് എന്നുള്ളത് എക്സിക്യൂട്ടിലാണോ അനലൈസിലാണോ? അനലൈസിലാണ്. അപ്പൊ എക്സിക്യൂട്ട് മാറ്റി അനലൈസ് ആക്കണം. എങ്കിൽ നിങ്ങൾക്ക് 1ഉം 3ഉം തെറ്റാണ് എന്ന് മനസ്സിലായി. നിങ്ങളുടെ കയ്യിൽ ഏതാണ്? 2 ആണ്. എങ്കിൽ 2 മാത്രം ശരി എന്നാണ് എന്ത് ചെയ്യുക? ആൻസർ വരിക. അങ്ങനെ 2 മാത്രം ശരിയായിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്, ഓൺലി 2. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ നമ്മുടെ ആര് കഴിഞ്ഞു? മാനേജ്മെന്റ് ഓഫ് വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചാണ്? മാനേജ്മെന്റ് ഓഫ് പീപ്പിളിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ജനങ്ങളെ മാനേജ് ചെയ്യണം. സോറി, ജനങ്ങളെ അല്ല, എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം. ഇതൊരു ഭയങ്കര പണിയാണ്. ഓക്കെ അല്ലേ? ആളുകളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് എന്താ പറയാ, ഓക്കെ, കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്തൊക്കെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞാലും അല്ല, അതിന്റെ അപ്പുറത്തെ എന്തൊക്കെ വന്നാലും ജനങ്ങളുടെ ആവശ്യം ഉണ്ടാവും. ഓക്കെ അല്ലേ? പീപ്പിൾ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഓരോ മാനേജറുടെയും ടാസ്ക് എന്ന് പറയുന്നത് ഈ എംപ്ലോയീസിനെ കൊണ്ട് തന്റെ താഴെയുള്ള അല്ലെങ്കിൽ മുകളിലുള്ള എല്ലാവരെ കൊണ്ടും കൃത്യമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിന് 2 ഡയമെൻഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ഡയമെൻഷൻ, ഇറ്റ് ഇംപ്ലൈസ് ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ആസ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡൈവേഴ്സ് നീഡ്സ് ആൻഡ് ബിഹേവിയർ. ഓക്കെ അല്ലേ? അതായത് ഓരോ എംപ്ലോയിയും ഓരോ ഇൻഡിവിജ്വൽ ആണ് എന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം അവർക്കുള്ള നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത്, അവർക്കുള്ള ആവശ്യം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇതല്ല ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഓരോ എംപ്ലോയിയുടെയും ആവശ്യം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ ഓരോ എംപ്ലോയിയും ഓരോ രീതിയിലുള്ളവരാണ്. അവരെ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാം എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഈ ഇൻഡിവിജ്വൽസിനെ എല്ലാം എന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പ്രോസസ് അല്ല. മാനേജ്മെന്റ് പറയുന്നത് എന്താ? ഒരു ഗ്രൂപ്പ് പ്രോസസ് ആണ്. ഓക്കെ അല്ലേ? ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക? വർക്ക് എടുക്കുക. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിലും അവരെ എങ്ങനെ ഒരു ഗ്രൂപ്പിലോട്ട് കൊണ്ടുവരാം എന്നതാണ് നമ്മൾ നോക്കാൻ പോണത്, ഈ മാനേജ്മെന്റ് നോക്കാൻ പോണത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യണം. ഓക്കെ അല്ലേ? ഈ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ്, പീപ്പിൾ എന്ത് ചെയ്യണം? ആക്ച്വലി ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവരുടെ സ്ട്രെങ്ത്തിനെ ഇഫക്റ്റീവ് ആക്കിയിട്ട് എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. ഓക്കെ അല്ലേ? അവരുടെ വീക്ക്നെസ്സിനെ ഇറലവന്റ് ആക്കണം. ഇറലവന്റ് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും എന്ത് ചെയ്യും? നാളെ നാളെ നാളെ. ഇപ്പൊ നിങ്ങൾ തന്നെ ചിലരുണ്ടാവല്ലോ, നാളെ പഠിക്കാം എന്ന് പറഞ്ഞ ഇങ്ങനെ ടൈം ഇങ്ങനെ പോകുന്ന ആളുകളുണ്ടാവുമല്ലോ. എങ്കിൽ അവരെ കൊണ്ട് ഒക്കെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊക്രാസ്റ്റിനേഷൻ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റി വെക്കുക. അപ്പൊ എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം? അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം? ഓക്കെ അല്ലെ? ഉടനെ ഫയർ ചെയ്യല്ല വേണ്ടത്, എങ്ങനെ ട്രെയിനിങ് കൊടുത്ത് ബെറ്റർ ആക്കാം എന്ന് നമ്മൾ നോക്കണം. ഓക്കെ അല്ലെ? അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ പേരാണ് എന്ത്? സ്ട്രെങ്ത്തിനെ ഇഫക്റ്റീവ് ആക്കുക, അവരുടെ വീക്ക്നെസ്സിനെ ഇറലവന്റ് ആക്കുക. എന്നിട്ട് എംപ്ലോയീസിന്
എന്നിട്ട് എംപ്ലോയീസിന് കമ്പനിയുടെ പുറത്ത് ഒരു വിശ്വാസ്യത വളർത്തിയെടുക്കുക. അവർക്ക് എന്ത് വേണം? ഈ കമ്പനി എന്റെയാണ്, ഓക്കെ, ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ കമ്പനിയുടെ ഗോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നേടിയെടുക്കും. അതിന്റെ പേരാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഓഫ് പീപ്പിളിൽ എന്തൊക്കെയുണ്ട്? ഓക്കെ, ഒന്ന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്. അവരെ പഠിപ്പിക്കണ്ടേ? എന്താണ്? ഒരു കമ്പനി വന്ന ഉടനെ മോനെ പോ, ഓക്കെ അല്ലെ, ജോലി അങ്ങനെ പറയല്ലോ. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണ്ടേ? പെർഫോമൻസ് അനലൈസ് ചെയ്യണ്ടേ? ഓക്കെ അല്ലെ, പെർഫോമൻസ് മാനേജ്മെന്റ്, പെർഫോമൻസ് അനലൈസ് ചെയ്യണ്ടേ? അതെ, ഓക്കെ അല്ലെ. എൻഗേജ്മെന്റ് ആൻഡ് റിട്ടൻഷൻ, അവരുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണ്ടേ? ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അതെ. അടുത്തത് റിക്രൂട്ട്മെന്റ് ചെയ്യണ്ടേ? അതെ. ആളെ എടുക്കാതെ എങ്ങനെ ചെയ്യുക? കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്, അതായത് എന്ത് കൊടുക്കണം? അവർക്ക് പൈസ കൊടുക്കണ്ടേ? ചുമ്മാ ഒന്നും പണിയെടുക്കില്ലല്ലോ, ഓക്കെ അല്ലെ. സേഫ്റ്റി ആൻഡ് വെൽനസ്, ഇപ്പോ അവർ കൃത്യമായിട്ട് ഓഫീസിൽ വരാൻ പറ്റുന്നുണ്ടോ? അവരുടെ വീട്ടുകാരെല്ലാം ഓക്കെ ആണോ? ഇപ്പൊ വരുന്നത് പെൺകുട്ടികളാണ്, രാത്രി വരണം, അപ്പൊ എന്താ ചെയ്യുക? ട്രാവലിംഗ് ഫെസിലിറ്റി ഉണ്ടോ? ക്യാബ് ഉണ്ടോ? എന്നൊക്കെ പറഞ്ഞ് നോക്കണ്ടല്ലേ. അടുത്താണ് എന്ത്? ഓർഗനൈസേഷൻ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ പാർട്ടായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, ഓക്കെ അല്ലെ. അപ്പൊ നമ്മളൊരു ഓർഡറിൽ പറയുകയാണെങ്കിൽ അവർ നമ്മൾ റിക്രൂട്ട് ചെയ്തു, ഓക്കെ അല്ലെ. റിക്രൂട്ട് ചെയ്ത ആളുകൾക്ക് നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുത്തു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുത്തതിന് ശേഷം റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ കോമ്പൻസേഷനും ബെനിഫിറ്റ് എന്ത് ചെയ്തു? ഉറപ്പുവരുത്തി. എന്നിട്ട് അവർക്ക് ട്രെയിനിങ് ആൻഡ് എന്ത് ചെയ്തു? ഡെവലപ്മെന്റ് കൊടുത്തു. അതിനോടൊപ്പം അവരുടെ സേഫ്റ്റിയും വെൽനസും എന്തായി? ഉറപ്പാക്കി, ഓക്കെ. എന്നിട്ട് അവരെ എൻഗേജ് ചെയ്തു, റിട്ടൻഷൻ ചെയ്തു. അവരുടെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഓർഗനൈസേഷൻ എന്താവും? ബെറ്റർ ആവും, ഓക്കെ അല്ലേ. അപ്പൊ ഇതിനെ ഞാൻ ഒരു ലോജിക്കൽ ഓർഡറിൽ മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ ലോജിക്കൽ ഓർഡറിൽ മാറ്റിയത്? ഫസ്റ്റ് സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ്, ആളെ എടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, ഓക്കെ, അതായത് അവർക്ക് സാലറി കൊടുക്കുക, ബെനിഫിറ്റ് കൊടുക്കുക. നന്നായി വർക്ക് ചെയ്ത ആളിന് നന്നായിട്ട് ബെനിഫിറ്റ് കിട്ടണ്ടേ? കുറച്ച് വർക്ക് ചെയ്ത ആളിന് കുറച്ചല്ലേ ബെനിഫിറ്റ് കിട്ടാൻ പറ്റുള്ളൂ? അതെ. സേഫ്റ്റി ആൻഡ് വെൽനസ്, ഓക്കെ, അവരുടെ സേഫ്റ്റിയും വെൽനസ് ഉറപ്പുവരുത്തണ്ടേ? എന്നിട്ട് അവരെ കയറിയ ഉടനെ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നടത്തണ്ടേ? എന്നിട്ട് അവരെ എൻഗേജ് ചെയ്യണം, വർക്ക് ചെയ്യണ്ടേ? എന്നിട്ട് റിട്ടൻഷൻ ചെയ്യണം, അത് നീ ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത് പറയണ്ടേ? എന്നിട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിൽ കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ അസേർഷൻ, ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ implies dealing with employees as individuals with diverse needs and behavior എന്നാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ പറയുന്നത്, ഓക്കെ അല്ലേ. റീസൺ, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഓൾസോ മീൻസ് ഡീലിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം നമുക്ക് അസേർഷൻ വായിക്കാം. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ ഇൻഡിവിജ്വൽ ആയിട്ടും ഡൈവേഴ്സ് ആയിട്ടും നീഡ്സ് ഉള്ള ആളുകളാണ് എന്നെന്ത് ചെയ്യണം? നമ്മൾ പറയണം, ഓക്കെ അല്ലേ. അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് ശരിയല്ലേ? അതെ. റീസണില് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസിനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നമ്മളിപ്പോ ഇവിടെ പഠിച്ചല്ലേ ഉള്ളൂ, ഓക്കെ അല്ല. മാനേജ്മെന്റ് ഓഫ് പീപ്പിളിന്റെ രണ്ട് ഘടകങ്ങളല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, രണ്ട് ഡൈമെൻഷൻസ് അല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, കറക്റ്റ് അല്ലേ? ഓക്കെ. എങ്കിൽ എ ശരിയാണോ? അതെ. ബി ശരിയാണോ? അതെ. ഓക്കെ. അപ്പൊ എയും ബിയും ശരിയാണെങ്കിൽ ഓപ്ഷൻ സിയും ഡിയും പോയി കിട്ടി, ഓക്കെ. ഇനി നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? എയും ബിയും ഉണ്ട്. എയിൽ പറയുന്നത് റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ബിയിൽ പറയുന്നത് റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ implies dealing with employees as individuals were diverse needs and behavior. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? അത് വായിച്ചതിന് ശേഷം എന്തുകൊണ്ട് അല്ലെങ്കിൽ വൈ എന്ന് ചോദിക്കുക. അങ്ങനെ വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എവിടെ കിട്ടണം? റീസണിൽ കിട്ടണം. അപ്പൊ റീസണിൽ വൈ എന്ന് ചോദിച്ചു, എന്താ കിട്ടിയത്? മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഓൾസോ മീൻസ്, അത് വേറൊന്നും മീൻസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഇൻഡിവിജ്വലിനെ ഗ്രൂപ്പ് ആക്കണം. അപ്പൊ രണ്ടും രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? എങ്കിൽ അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ എ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി ടിക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ മാനേജ്മെന്റിൽ എന്തുണ്ട്? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷൻ എന്നാണ്, ഓക്കെ അല്ലേ? അതില് മാനേജ്മെന്റ് ഓഫ് വർക്ക് ഉണ്ട്, നമ്മൾ പഠിച്ചു. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഉണ്ട്, നമ്മൾ പഠിച്ചു. മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ ആണ്, ഓക്കെ. ഇത്രയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണത്? മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ എന്നെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഓക്കെ അല്ലേ? ഏത് ഓർഗനൈസേഷനിലാണ് ആയിക്കോട്ടെ, ഓക്കെ, അവിടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാവും,
എന്തെങ്കിലും സർവീസ് ഉണ്ടാവും. അല്ലാതെ ഒരു കമ്പനി തുടങ്ങിയിട്ട് വെറുതെ ആരും ഇരിക്കില്ലല്ലോ. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഇരുന്നിട്ട് സാലറി തന്നെയാണെന്ന് പറയാൻ മറക്കല്ലേ. ഓക്കെ അല്ലേ, ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് പോയി സാലറി വാങ്ങാൻ പറ്റും. കറക്റ്റ് ആണല്ലോ. അതെ, എങ്കിൽ ഈ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ലേ. ഓക്കെ അല്ലേ, സിമ്പിളായി പറയുകയാണെങ്കിൽ ആദ്യം ഇൻപുട്ട് ചെയ്യണം. റോ മെറ്റീരിയൽ എന്ന് പറയും. സോപ്പ് ഉണ്ടാക്കണം, നമുക്ക് വെളിച്ചെണ്ണ വേണം, കളറ് വേണം, ഓക്കെ, സോപ്പിന്റെ മെഷീനറി വേണം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. അത് നമ്മൾ റോ മെറ്റീരിയൽ ഇട്ട് കൊടുത്ത്, റോ മെറ്റീരിയൽ ഇട്ട് കൊടുത്തപ്പോൾ ഫിനിഷ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, സോപ്പ് കിട്ടി. ഓക്കെ അല്ലേ. ഇനി ആ സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത സോപ്പ് ആയിരിക്കാൻ പറ്റുമോ? ഇല്ല, ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പായിരിക്കണം. എങ്കിൽ അതിനൊരു ഫോമുല വേണ്ടേ, ഇത്ര വെളിച്ചെണ്ണ, ഓക്കെ അല്ലേ, ഇത്ര കളർ, ഓക്കെ, ഇത്ര ആക്ച്വലി മണം വരാൻ വേണ്ടിയിട്ടുള്ള സെന്റ് എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്യണ്ടേ. അതൊരു മെഷീനിൽ കൊടുക്കണ്ടേ. ഓക്കെ അല്ലെ, ഒരുപാട് ഉണ്ടാക്കണ്ടേ. അപ്പൊ ഒരു പ്രോസസ് ചാർട്ട് വരയ്ക്കണ്ടേ. അതായത് ആദ്യം നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യും, എന്നിട്ട് ഈ മെഷീനിൽ കൊടുക്കും, എന്നിട്ട് ഈ മെഷീനിലേക്ക് പോകും, എന്നിട്ടാണ് ഫൈനൽ ഔട്ട്പുട്ട് എത്തുക. ആ ഫൈനൽ ഔട്ട്പുട്ടിനെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുള്ളൂ. ഓക്കെ എന്ന കാര്യം ഓക്കെ അല്ലേ? അതെ, ഞാനിപ്പോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നില്ലേ? ഉണ്ട്. ഇപ്പൊ എന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും, അത് കാര്യമില്ല. ഓക്കെ അല്ലേ. അപ്പൊ സർവീസ് ഞാൻ ബെറ്റർ ആക്കണം എന്ന് വിചാരിക്കും. ഞാൻ എന്താ ചെയ്യുക, നിങ്ങളോട് ഞാൻ ഫീഡ്ബാക്ക് ചോദിക്കും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ഫീഡ്ബാക്ക് ചോദിക്കും. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, അത് മാറ്റുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി എടുക്കുമ്പോൾ ആദ്യം അവരൊരു ഡെമോ ക്ലാസ് ചോദിക്കും. ആ ഡെമോ ക്ലാസ് ഞാൻ അവർക്ക് കൊടുത്തതിന് ശേഷം അത് അവർ സ്റ്റുഡൻസിന് കൊടുക്കും. സ്റ്റുഡൻസ് ഓക്കെ പറയുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക, അവിടെ നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, ജോബ് കിട്ടാൻ പോകുന്നത്. അപ്പൊ സർവീസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ PSC ഇൻസ്റ്റിറ്റ്യൂട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യില്ലേ? ചെയ്യും. ഓക്കെ അല്ലേ? അത്രയും കാര്യം ഓക്കെ ആണോ? അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒന്നെങ്കിൽ ബേസിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അതിനുവേണ്ടി ഒരു ഫ്ലോ ഓഫ് ഇൻപുട്ട് മെറ്റീരിയലും ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, വെക്കുന്നതായിരിക്കും. ഓക്കെ, അത് നമുക്ക് എന്ത് ഉണ്ടാവും, ഇന്റർലിങ്കിങ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടാവും, മാനേജ്മെന്റ് വിത്ത് പീപ്പിൾ ഉണ്ടാവും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇതാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്തൊക്കെയാ ഉള്ളത്? ഒന്ന്, പ്രോസസ്സ് വേണം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ പ്രോസസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. 2, കപ്പാസിറ്റി. ഓക്കെ, ചുമ്മാ ഒരു ദിവസം 1 ലക്ഷം സോപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് അത്ര കപ്പാസിറ്റി ഇല്ലെങ്കിലോ, നമ്മുടെ മെഷീനറിക്ക് അത്ര കപ്പാസിറ്റി ഇല്ലെങ്കിലോ, അത്ര ആളുകൾ ഇല്ലെങ്കിലോ എന്താ ചെയ്യുക? മൂന്നാമത്തെ, യൂട്ടിലൈസേഷൻ. കിട്ടിയ സാധനങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഓക്കെ, റോ മെറ്റീരിയലിന്റെ മാക്സിമം നമ്മൾ എന്താക്കി മാറ്റണം, ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റണം. റോ മെറ്റീരിയലിന്റെ മാക്സിമം വേസ്റ്റ് ആയി പോയി എന്ന് വിചാരിക്കുക, എന്താ ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിന്റെ പേരാണ് ഫ്ലോ. കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച്. ഓക്കെ, ഇതൊന്നും ഇല്ലാതെ പോയിട്ട് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യണോ, കമ്പനി സ്റ്റാർട്ട് ചെയ്യണോ, പോയി എന്ത് ചെയ്യും, പൊളിഞ്ഞ് പാളീസായി 2ാം ദിവസം എന്ത് ചെയ്യാം, വീട്ടിലിരിക്കാം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ 3 കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് നോക്കിയ കാര്യം എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്താണ്, ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ കാര്യം, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ പ്രോസസ് നമുക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ട്? 6 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 1, മാപ്പ് ദ പ്രോസസ്. എങ്ങനെയാണ് കമ്പനി വർക്ക് ചെയ്യേണ്ടത് എന്നതിനെ പ്രോസസ്സിനെ മനസ്സിലാക്കുക. 2, ഐഡന്റിഫൈ ഇഷ്യൂസ് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്പർ 3, പ്ലാൻ, പ്രോസസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, എങ്ങനെ ആ ഇഷ്യൂസിനെ മറികടക്കാം, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്ന് നോക്കുക. ഇംപ്ലിമെന്റ് ചേഞ്ചസ്. എന്തൊക്കെ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടോ ആ ചേഞ്ചസ് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. നമ്പർ 5, പെർഫോമൻസ് റിവ്യൂ ചെയ്യുക, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. 6, ഒപ്റ്റിമൈസ് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അതായത് വീണ്ടും എന്ത് ചെയ്യുക, പ്രോസസ് മാപ്പ് ചെയ്യുക, ഐഡന്റിഫൈ ഇഷ്യൂ ചെയ്യുക. ഇഷ്യൂ ഒരു ദിവസം വന്ന് പിന്നെ ജീവിതകാലം മുഴുവൻ ഇഷ്യൂ ഇല്ല അങ്ങനെ വരില്ലോ. ഓക്കെ അല്ലേ? നമ്മുടെ ലൈഫിൽ ഡെയിലി പ്രോബ്ലംസ് അല്ലേ, പുതിയ പ്രോബ്ലംസ്. നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വരില്ലേ? ഓക്കെ അല്ലേ? ഒരു ചുമ്മാ ഒരു വഴിയോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കാര്യമില്ല, പ്രശ്നം വരില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മളെ പ്രശ്നം സോൾവ് ചെയ്യണ്ടേ? അതെ. അപ്പൊ 1ാമത്തെ കാര്യം പ്രോസസ് മാപ്പ് ചെയ്തു. 2ാമത്തെ കാര്യം ഇഷ്യൂവിനെ ഐഡന്റിഫൈ ചെയ്തു. 3ാമത്തെ കാര്യം പ്ലാൻ പ്രോസസ് ചെയ്തു, എന്നതിന് വേണ്ടിയിട്ട്, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. 4ാമത്തെ കാര്യം അത് ഇംപ്ലിമെന്റ് ചെയ്തു, ചേഞ്ചസ്. ഓക്കെ അല്ലേ? പെർഫോമൻസിനെ റിവ്യൂ ചെയ്തു,
വീണ്ടും ഇംപ്രൂവ്മെന്റ് നോക്കി. ഓക്കെ, അതിനെല്ലാം നോക്കിയതിന് ശേഷം ഓക്കെ സമാധാനമായി. ഓക്കെ, ഇപ്പൊ എല്ലാം എന്തായിട്ടുണ്ട്, ഒപ്റ്റിമൈസ് ആയിട്ടുണ്ട്. അതിനെ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും മാപ്പ് ദ പ്രോസസ് നോക്കി, വീണ്ടും ഐഡന്റിഫൈ ഇഷ്യൂസ് നോക്കി, വീണ്ടും പ്ലാൻ പ്രോസസ് നോക്കി, വീണ്ടും ഇംപ്ലിമെന്റ് ചേഞ്ചസ് നോക്കി, വീണ്ടും റിവ്യൂ നോക്കി, വീണ്ടും എന്ത് ചെയ്തു, ഒപ്റ്റിമൈസ് ചെയ്തു, വീണ്ടും റിപ്പീറ്റ്. ഓക്കെ അല്ലേ? നമ്മുടെ എന്താണ് സിലംബരസം സിംബുവിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, മാനാട് എന്നാണ് പടം. അതില് എസ് സൂര്യാനന്ദ നടനുണ്ട്. ഓക്കെ, പുള്ളി പറയും വീണ്ടും റിപ്പീറ്റ്, വീണ്ടും റിപ്പീറ്റ്. ഓക്കെ അല്ലെ? വന്ത സുത്ത സട്ട റിപ്പീറ്റ്, വന്ത സുട്ട സത്ത റിപ്പീറ്റ്, അങ്ങനെ പറയും. ഓക്കെ അല്ലെ? അതേപോലെ മാനേജ്മെന്റ് ആയിട്ട് നിങ്ങൾ എന്താ പറയേണ്ടത്? മാപ്പ് ദ പ്രോസസ്, ഐഡന്റിഫൈ ഇഷ്യൂസ്, പ്ലാൻ പ്രോസസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സ്, ഇംപ്ലിമെന്റ് ചേഞ്ചസ്, റിവ്യൂ, ഒപ്റ്റിമൈസ്, റിപ്പീറ്റ്. ഓക്കെ അല്ലെ? റിവ്യൂ, ഒപ്റ്റിമൈസ്, റിപ്പീറ്റ്, റിവ്യൂ, ഒപ്റ്റിമൈസ്, റിപ്പീറ്റ്. ഓക്കെ, ഇതിന്റെ പേരാണ് എന്ത്? മാനേജ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ടിരിക്കണം. ഇത് 365 ദിവസം നടക്കും. കമ്പനി ഉള്ളവരേക്കും നടക്കും. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അതിനെക്കുറിച്ച് ആർക്കും എന്താ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ അല്ലേ? അത് എന്തായിരിക്കും? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിന് മുമ്പ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് ഓർഡർ ഓഫ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇവിടെ നമ്മൾ 6 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, 1 ഇംപ്ലിമെന്റ് ചേഞ്ചസ്, 2 മാപ്പ് ദ പ്രോസസ്, 3 പ്ലാൻ പ്രോസസ് ഇംപ്രൂവ്മെന്റ്സ്, 4 ഒപ്റ്റിമൈസ് ആൻഡ് റിപ്പോർട്ട്, 5 റിവ്യൂ പെർഫോമൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ്സ്, 6 ഐഡന്റിഫൈ ഇഷ്യൂസ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിനെ ഓർഡറിലാക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ എന്താ വരാൻ പോണത്? ഇംപ്ലിമെന്റ് ചേഞ്ചസ് അല്ല. ഇവിടെ ഒന്നാമത്തെ എന്താ? മാപ്പ് ദ പ്രോസസ് ആണ്. അപ്പൊ ഒന്നാമത്തെ മാപ്പ് ദ പ്രോസസ് കിട്ടി. രണ്ടാമത്തെ എന്താ? ഐഡന്റിഫൈ ഇഷ്യൂസ് ആണ്. മൂന്നാമത്തെ എന്താ? പ്ലാൻ പ്രോസസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സ് ആണ്. നാലാമത്തെ എന്താ? ഇംപ്ലിമെന്റ് ചേഞ്ചസ് ആണ്. അഞ്ചാമത്തെ എന്താ? റിവ്യൂ പെർഫോമൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ്സ് ആണ്. ആറാമത്തെ എന്താ? ഒപ്റ്റിമൈസ് ആൻഡ് റിപ്പോർട്ട് ആണ്. ഓക്കെ, ആ ഓർഡർ മനസ്സിലാക്കി വെക്കണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ അടുത്ത പരിപാടിയുടെ പേരാണ് മാനേജ്മെന്റ് എന്താ? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. ഇത്രയും നോക്കി നിങ്ങൾക്ക് മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് എന്ന് നോക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, എങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇതൊരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. കറക്റ്റ് അല്ലേ? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലുണ്ട്, കോർഡിനേഷൻ ആൻഡ് കൊളാബറേഷൻ ഉണ്ട്, ഗ്രൂപ്പ് തിങ്ക് ആൻഡ് കൺഫോമിറ്റി ഉണ്ട്. ചുമ്മാ ഞാനാണ് ഏറ്റവും വലിയ എംപ്ലോയി, ഐ ആം ദ ബെസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയല്ല ഈ പരിപാടി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ ആളുകളും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പൊ ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു ഡൈനാമിക്സ് ഉണ്ടാവണം. എപ്പോഴും അടിച്ച് പിരിഞ്ഞ് ജഗടയാണെങ്കിൽ ആകെ പ്രശ്നമാണ്. ഓക്കെ അല്ലേ? എല്ലാവരും തമ്മിൽ എങ്കൽ വീട്ടിൽ എല്ലാ നാളും കാർത്തികൈ എന്നൊക്കെ പറഞ്ഞ പഴയൊരു പാട്ടുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ എല്ലാവരും എന്തായിരിക്കണം? സന്തോഷമായിട്ടിരിക്കുന്ന, സമാധാനം ഇരിക്കുന്ന സ്ഥലമാണ് വേണ്ടത്. സർ അങ്ങനെ വരുമോ? ഇല്ല. ഓക്കെ, അപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഒരു വെടിയും പുകയും ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് പറ്റാവുന്നത്ര വെടിയും പുകയെല്ലാം മാറ്റിയതിനു ശേഷം ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് നിർത്തണം. അവരെ കൊണ്ട് എല്ലാവരോടും ചോദിച്ച് പറഞ്ഞ് ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആക്കണം. ഓക്കെ, കോർഡിനേഷൻ ആൻഡ് കൊളാബറേഷൻ നടത്തണം. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരണം. എന്നിട്ട് ഗ്രൂപ്പായി ഇരുന്ന് തിങ്ക് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നതിന്റെ പേരാണ് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത്രയും കാര്യം ഓക്കെ അല്ലേ? അടുത്ത പരിപാടിയുടെ പേരാണ് മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഓക്കെ, എന്താണ് മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. മാനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്ലാൻ ചെയ്യണം, 2 ഓർഗനൈസ് ചെയ്യണം, 3 സ്റ്റാഫ് ചെയ്യണം, 5 ഡയറക്റ്റ് ചെയ്യണം, 6 ഓക്കെ അല്ല 1 2 3 4 സോറി 1 പ്ലാനിങ്, 2 ഓർഗനൈസിങ്, 3 സ്റ്റാഫിങ്, 4 ഡയറക്റ്റിംഗ്, 5 എന്താ? കൺട്രോളിങ്. ഇങ്ങനെ ചെയ്യണം. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഡൺ അല്ലേ? അതെ. അപ്പൊ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. എങ്കിൽ മാനേജ് എന്തായി? ഡൈനാമിക് ഫംഗ്ഷൻ ആയി. പെട്ടെന്ന് ചെയ്യണം, എപ്പോഴും ചെയ്യണം. ഓക്കെ അല്ലേ? ഞാൻ ഇരുന്ന് വിശ്രമിക്കാന്ന് പറയാനൊന്നും ടൈമില്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഡൈനാമിക് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എന്തിൽ വേണ്ടത്? മാനേജ്മെന്റിൽ വേണ്ടത്. ഓക്കെ, മാനേജ്മെന്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. എന്താണ് ഈ മാനേജ്മെന്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓക്കെ, അതെന്താണ്? അത് തൊടാൻ പറ്റില്ല. ഓക്കെ, അതെന്താണ് ആക്ച്വലി? അതൊരു വലിയൊരു ഫീലിംഗ് ആണ്. ഓക്കെ, ഫീലിംഗ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? നമ്മുടെ ഉള്ളിലുള്ള കമ്പനിയോടുള്ള നമ്മുടെ എന്താണ് ആക്ച്വലി? വിശ്വാസമാണ് എന്ത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ 7 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് മനസ്സിലായില്ലേ? അതെ. അപ്പൊ എന്താണ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? ഡൈനാമിക് ആണ് ഫംഗ്ഷൻ, ഗോൾ ഓറിയന്റഡ് ആണ്,
മാനേജ്മെന്റ് ഓഫ് വർക്ക് ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ അല്ലെ? മാനേജ്മെന്റ് എന്ന് പറയുന്നത് പെർവേഴ്സീവ് ആണ്, എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നതായിരിക്കും. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മൾട്ടി ഡയമെൻഷണൽ ആണ്. ഓക്കെ, അതൊരു സത്യമായ കാര്യമല്ലേ? അതെ 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 അതെ. ഇനി എന്താണ് ആ ഭാഗം നമ്മൾ തീർത്തിട്ട് നമ്മൾ പോകുന്ന ഭാഗത്തിന്റെ പേരാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. എന്താണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്ത് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ നേടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്നതാണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്ന കാര്യം. മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഗോൾ അച്ചീവ് ചെയ്യുക. എന്ത് ഗോൾ അച്ചീവ് ചെയ്യുക? ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക. ഓക്കെ അല്ലെ? ഇതെല്ലാം കൂടി ചേർത്തിട്ട് എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും വർക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയുടെ പേരാണ് എന്ത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റിന് 3 ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് സോഷ്യൽ ഒബ്ജക്റ്റീവ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്. എത്ര ഒബ്ജക്റ്റീവ്സ് ഉണ്ട്? 3 ഒന്നാമത്തെ ഓർഗനൈസേഷണൽ, രണ്ടാമത്തെ സോഷ്യൽ, മൂന്നാമത്തെ എന്താ? പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പൊ എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്? നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അത് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന കാര്യമാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൽ നമുക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങളുണ്ട്. ഒന്നിന്റെ പേര് സർവൈവൽ, രണ്ടിന്റെ പേര് പ്രോഫിറ്റ്, മൂന്നിന്റെ പേര് ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു കമ്പനിയാണ്. നിങ്ങൾ എന്തിനാ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ അല്ലെ? ഒന്ന് സർവൈവ് ചെയ്യണം. അത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഉടനെ ലാഭം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ അല്ലെ? സ്റ്റാർട്ട് ചെയ്ത ഉടനെ കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടുന്ന പരിപാടി നമ്മുടെ കയ്യിലില്ല. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? കമ്പനി നിൽക്കണം, ഒന്ന് നിലനിൽക്കണ്ടേ, ഒന്ന് എന്താ പറയാ, ഇരുന്നിട്ടല്ലേ കാല് നീട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഇരിക്കണ്ടേ? അതിന്റെ പേരാണ് സർവൈവൽ. ഓക്കെ, കാല് നീട്ടി, പ്രോഫിറ്റ് വന്നു. ഇരിക്കുന്നത് ഇപ്പൊ എന്താണ്? ആക്ച്വലി ഒരു വലിയ കുഷനിലാണ്, ഗ്രോത്ത് വന്നു. ഓക്കെ, മനസ്സിലായ? അപ്പൊ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റെപ്പായി വളരുക എന്നുള്ളതായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 1 സർവൈവൽ. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 പ്രോഫിറ്റ്, സ്റ്റെപ്പ് നമ്പർ 3 എന്താണ്? ഗ്രോത്ത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ, ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമായിട്ടുള്ളത്. ഡൺ അല്ലേ? അതെ. ഫസ്റ്റ് പരിപാടിയുടെ പേരാണ് സർവൈവൽ. അപ്പൊ സർവൈവൽ എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ്മെന്റില് ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എത്ര പൈസ ഇറക്കുന്നുണ്ടോ അത്രയും പൈസ തന്നെ എന്ത് ചെയ്യുക? തിരിച്ചു കിട്ടുക. നഷ്ടത്തിലാവരുത്. ഓക്കെ, ലാഭത്തിലായില്ലെങ്കിലും കുഴപ്പമില്ല സർവൈവൽ പീരീഡില്. പക്ഷെ എന്തിലാവരുത്? നഷ്ടത്തിലാവരുത്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു 10 കോടി ഇറക്കുന്നുണ്ടെങ്കിൽ 10 കോടി എന്ത് ചെയ്യണം? അത് 10 കോടി പ്രൊഡക്റ്റിന് വേണ്ടി ഇറക്കുന്നുണ്ടെങ്കിൽ 10 കോടി എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം. ഇപ്പൊ സർവൈവൽ ആയി. ഓക്കെ, ഈ സർവൈവൽ നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? പ്രോഫിറ്റ് വേണ്ടേ? സർവൈവൽ മാത്രം ഉള്ളതുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ആവില്ലല്ലോ. എന്ത് വേണം? പ്രോഫിറ്റ് വേണ്ടേ? ഓക്കെ അല്ലെ? ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇറക്കി കിട്ടി പറഞ്ഞ എന്താ കാര്യമുള്ളത്? അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ? പ്രോഫിറ്റ് വേണം. ഓക്കെ, ഇനി അടുത്ത എന്താ? ഗ്രോത്ത്. 10 രൂപ പ്രോഫിറ്റ് ഇടുന്നുണ്ട്, ഇതുകൊണ്ട് എന്താ ചെയ്യുക? ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ലോങ് റണ്ണില് ഒരുപാട് കാലം കമ്പനി നിലനിൽക്കണമെങ്കിൽ പ്രോഫിറ്റ് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം, ഹൈ ആയിരിക്കണം, ഹൈ ആയിരിക്കണം. ഓക്കെ അല്ലേ? ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഗ്രോത്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഗ്രോത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്? കുറയരുത്. അപ്പൊ ഗ്രോത്ത് മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുക? നിങ്ങൾ എത്ര സാധനം വിറ്റു, ഓക്കെ, എത്ര വോളിയം വിറ്റു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? നോക്കുക. അതുകൊണ്ട് ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് എന്ത്? മാർക്കറ്റിംഗ്, സെയിൽസ് എന്നതിനെ പറയും. കാരണം സംഭവം വിറ്റില്ലെങ്കിൽ എന്തില്ല? പൈസ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഏറ്റവും ഗ്ലാമറസ് ആയ ജോബ് ഏതാ? മാർക്കറ്റിംഗ് ആണ്. സർ പ്രൊഡക്റ്റ് വേണ്ടേ? ഓക്കെ അല്ലെ? പ്രൊഡക്റ്റ് നന്നായാലേ ആളുകൾ വാങ്ങുള്ളൂ. മനസ്സിലായി? എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടോപ്പ് ആവില്ല. ഓക്കെ അല്ലെ? ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അടിപൊളിയായിരിക്കും, പക്ഷെ ആളുകൾക്ക് അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? കൂടുതൽ ആളുകൾ വരില്ല. ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആവറേജ് ആയിരിക്കും, പക്ഷെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഒരു ബ്രാൻഡ് നെയിം ഉള്ളത് എന്ത് ചെയ്യും? ഒരുപാട് പേര് വരും. ഓക്കെ, മനസ്സിലായ? അപ്പൊ ഗ്രോത്ത് വേണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താ? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓക്കെ അല്ലെ? അതിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? സർവൈവൽ ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്.
അത്രയും നമ്മൾ നോക്കി. രണ്ടാമത്തെ ഒബ്ജക്റ്റീവിന്റെ പേരാണ് എന്ത്? സോഷ്യൽ ഒബ്ജക്റ്റീവ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കമ്പനി എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി അല്ലേ. അപ്പോൾ സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു കമ്പനിയുടെ കടമയല്ലേ. ഓക്കെ അല്ലേ? അപ്പൊ സ്കൂളുകൾ ദത്തെടുക്കുക, ഗ്രാമങ്ങൾ ദത്തെടുക്കുക, എൻവയോൺമെന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഓക്കെ, ഒരു കാർഡ് എടുത്തിട്ട് അതിനെ നന്നായിട്ട് വളർത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ, അതൊരു പരിപാടിയല്ലേ. ഇനി ഒരു നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലാഭത്തിന് വേണ്ടിയിട്ട് വെറും അജിനാമോട്ടോ മിക്സ് ചെയ്യുന്നതും കളർ മിക്സ് ചെയ്യുന്നതും ഓയിൽ പഴയ ഓയിൽ യൂസ് ചെയ്യുന്നതും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ അല്ലേ? ഒരു മനുഷ്യൻ നമ്മളെ വിശ്വസിച്ചിട്ടല്ല അവിടെ കഴിക്കാൻ വേണ്ടി വരുന്നത്, അയാൾക്ക് ഹെൽത്തി ആയ ഫുഡ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയല്ലേ. അതെ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ ഒരു കമ്പനി ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന്, ഒരു എംപ്ലോയിക്ക് ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കുക. ഓക്കെ, ചെയ്യുന്ന പണിക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുക. ഒരു ആൾക്ക് എത്താൻ പറ്റുന്ന വിലയിൽ എന്ത് ചെയ്യുക? പ്രൈസ് ഫിക്സ് ചെയ്യുക. ഇത്രയും എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റരുത്? ഒരു എന്താ പറയാ, ഒരു പ്രോഫിറ്റ് ഒക്കെ ആണ്, ഗ്രോത്ത് ഒക്കെ വേണം, ഓക്കെ, പക്ഷെ അത്യാഗ്രഹം വേണ്ട, ആഗ്രഹം ഇരുന്നോട്ടെ. നമ്മൾ കമ്പനി വർക്ക് ചെയ്യുന്നതിലൂടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും എന്ത് ഉണ്ടാവണം? ബെനിഫിഷ്യൽ ഉണ്ടാവണം. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി പറ്റണം, എംപ്ലോയ്മെന്റ് ജനറേഷൻ, സൊസൈറ്റിയുടെ ഗ്രോത്തിന് വേണം, കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ എന്തിൽ വരുന്നത്? സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്നത്. ലാസ്റ്റ് ഒബ്ജക്റ്റീവിന്റെ പേരാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ക്ഷേമം. അതായത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ. ചിലർക്ക് എന്താ വേണ്ടത്? നല്ല സാലറി. അപ്പോൾ മാർക്കറ്റിൽ തന്നെ നല്ല സാലറി കൊടുക്കുന്ന കമ്പനി ആയിരിക്കണം. സാലറി മാത്രം മതിയോ? നമ്മൾ വർക്ക് ചെയ്യുന്ന എന്താ പറയാ, കൂടുതൽ വർക്ക് ബെറ്റർ ആയി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻസെന്റീവ് കിട്ടണ്ടേ? അതെ, സാലറിയും ഇൻസെന്റീവും. ഓക്കെ അല്ലേ? റെക്കഗ്നിഷൻ വേണ്ടേ? ബെസ്റ്റ് എംപ്ലോയി അവാർഡ്, അതേപോലെ എന്താണ് ആക്ച്വലി എന്താണ് പ്രമോഷൻ, അതൊക്കെ കൊടുക്കണ്ടേ? അതെ. ഹയർ ലെവൽ നീഡ്സ് ഉണ്ടാവില്ല ആളുകൾക്ക്. എപ്പോഴും നമ്മൾ നിങ്ങൾ എന്താ പറയാ, ജോയിൻ ചെയ്യുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് മരിക്കുന്നവരെ സെക്രട്ടറി അസിസ്റ്റന്റ് ആയിരുന്ന ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഒരു പ്രൊമോഷൻ ഒക്കെ വേണ്ടേ? ഓക്കെ, പേഴ്സണൽ ഗ്രോത്ത് വേണ്ടേ? ഒരു ഡെവലപ്മെന്റ് വേണ്ടേ? നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എപ്പോഴും അടിയും ബഹളവും അങ്ങനെയുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുമോ? ഇല്ലല്ലോ. അപ്പൊ പിയർ ഗ്രൂപ്പിന്റെ ഇടയിൽ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ട് വെക്കണ്ടേ? ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് എന്തറിയാം? പേഴ്സണൽ അറിയാം, സോഷ്യൽ അറിയാം, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അറിയാം. പേഴ്സണൽ എന്തൊക്കെയുണ്ട്? ഒന്നാമത്തെ ഫിനാൻഷ്യൽ നീഡ്സ് എന്ന് വെച്ചാൽ പൈസ. ഓക്കെ. സോഷ്യൽ നീഡ്സ് എന്താണ്? ഗ്രോത്ത്. ഒരു എൻവയോൺമെന്റൽ വർക്ക് കൾച്ചർ എങ്ങനെയായിരിക്കണം? സമാധാനപരമായിരിക്കണം. ഓക്കെ അല്ലേ? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്താ? പ്രോഫിറ്റ്, ഗ്രോത്ത്, സർവൈവൽ. ഓക്കെ. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്താ? ക്വാളിറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആയാ? അതെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താലോ? ചെയ്യാം. അസേർഷൻ: ആസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി every organization, whether it is business or non-business, has a social obligation to fulfill. Okay അല്ലേ? സൊസൈറ്റിയുടെ പാർട്ടായിരിക്കുന്ന ഒരു ഓർഗനൈസേഷന്, അത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ ബിസിനസ് ആയിക്കോട്ടെ, സൊസൈറ്റിയോട് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ശരിയാണോ തെറ്റാണോ? അതെ. ഓക്കെ അല്ലേ? ഒരു ഒബ്ലിഗേഷൻ ഇല്ലേ? ഉണ്ട്. റീസൺ: സോഷ്യൽ ഒബ്ലിഗേഷൻ വേരി ഫ്രം ഫിനാൻഷ്യൽ നീഡ്സ് സച്ച് ആസ് കോമ്പറ്റേറ്റീവ് സാലറീസ് ആൻഡ് പെർക്സ്. സോഷ്യൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിനാൻഷ്യൽ നീഡ്സ്, അതായത് പൈസയ്ക്ക് അനുസരിച്ച് മാറുന്നുണ്ടാവും. അതിനുവേണ്ടി കോമ്പറ്റേറ്റീവ് സാലറി കൊടുക്കണം, പെർക്സ് ഇൻസെന്റീവ് കൊടുക്കണം. സോഷ്യൽ നീഡ്സ് സച്ച് ആസ് പിയർ റെക്കഗ്നിഷൻ, ആളുകൾക്കിടയിൽ എന്ത് കിട്ടണം? റെക്കഗ്നിഷൻ കിട്ടണം. ഹയർ ലെവൽ നീഡ്സ് സച്ച് ആസ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഹയർ ലെവൽ നീഡ്സ് ആയിട്ടുള്ള പേഴ്സണൽ ഗ്രോത്തും ഡെവലപ്മെന്റ് എന്ത് ചെയ്യണം? കൊടുക്കണം. എങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള അസേർഷൻ ശരിയാണോ? അതെ. റീസണിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ സോഷ്യൽ ഒബ്ലിഗേഷന്റെ ആണോ അതോ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിന്റെ ആണോ? പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിനാണോ എഴുതിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ വായിക്കേണ്ടത് അവിടെ? പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് വേരി ഫ്രം ഫിനാൻഷ്യൽ നീഡ്സ് സച്ച് ആസ് കോമ്പറ്റേറ്റീവ് സാലറീസ്. ഇതെല്ലാം പേഴ്സണൽ ഒബ്ജക്റ്റീവ് അല്ലേ? സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്താ വരിക? ഈ കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നത്
മനസ്സിലായ? ഓക്കെ, അതെല്ലാം ഓക്കെ അല്ലേ? എങ്കിൽ എ കറക്റ്റ് ആണ്, ആർ എന്താണ്? റോങ് ആണ്. എ ഈസ് കറക്റ്റ്, ആർ ഈസ് റോങ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, PPT ലഭിക്കുന്നതായിരിക്കും. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.